രണ്ടുപേരും ഒരു ഭാര്യ ഭർത്താവും തമ്മിൽ കൈകൾ കൂട്ടിയിണക്കിയാൽ, രണ്ട് കൈകളും ചേർത്ത് പിടിച്ചാൽ അവരുടെ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്രത്തോളം വലിയ കാര്യമാണത്, എത്ര വലിയ മഹത്വമാണ്. നമ്മൾ എത്ര തൗബ ചെയ്യണം നമ്മുടെ പാവങ്ങൾ പൊറുക്കാൻ. പക്ഷേ ഒരു ഭാര്യയും ഭർത്താവിന്റെയും കൈകൾ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചാൽ അവരുടെ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ, എന്റെ പൊന്നു സഹോദര സഹോദരി, നമ്മളത് പിടിക്കാറില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ പിടിച്ച് അങ്ങനെ പാവം പൊറുക്കുന്ന ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു ഓഫർ കൊടുക്കണമെങ്കിൽ നമ്മൾ പിടിക്കുന്നില്ല എന്നല്ലേ എന്റെ അർത്ഥം? നമ്മൾ എത്ര പ്രാവശ്യം വല്ലതും പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഭാര്യയുടെ കയ്യിൽ? ഇല്ല ഇല്ല, പിടിച്ചിട്ടില്ല. പിന്നെ പിടിക്കാൻ അടിക്കാൻ വേണ്ടി പിടിക്കും. ആ പിടുത്തം അതൊരു മൽപിടുത്തം. ആ പിടുത്തല്ല, നമ്മൾ സ്നേഹത്തോടു കൂടി. പെണ്ണുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. സ്ത്രീകൾക്ക് അവരുടെ കയ്യിൽ നമ്മുടെ കൈ കൂടെ ചേർത്ത് വെച്ച് പിടിക്കുക. ചില പെണ്ണുങ്ങൾ നമ്മുടെ ഈ കൈയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, ഇക്കാളെ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുക. ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷം. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭാര്യ ഭർത്താവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോ അയൽവക്കത്തുള്ള പെണ്ണുങ്ങൾ തന്നെ അസൂയാവോ, കിളവനും കിളവിയായിട്ട് ഹണിമൂൺ തീർന്നില്ല അവർക്ക് ഇതുവരെ, ഇപ്പോഴും കണ്ടില്ല അങ്ങോട്ട് പിടിച്ചോണ്ട് അങ്ങ് നടക്കുന്ന അസൂയ. ഭയങ്കര കുശുമ്പ് മരുന്നില്ല ഈ കാലത്ത്. അവര് സന്തോഷത്തോടല്ലേ അവർ നടക്കുന്നത്. നിനക്കെന്താ അത്ര അസൂയ? അവർ സന്തോഷത്തോടല്ലേ നടക്കുന്നത്. അങ്ങനെ ചേർത്ത് കൈകൾ തമ്മിൽ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി നടക്കുന്നവരുടെ പാവങ്ങൾ പൊറുക്കുന്നു നബി തങ്ങൾ പറയണമെങ്കിൽ അവരുടെ സന്തോഷത്തിന്റെ പേരിലെ പാവങ്ങൾ പൊറുക്കുന്നത് മനസ്സിലാക്കണം. ടെൻഷൻ മാറി കിട്ടൂലേ? എത്ര വലിയ ഭാഗ്യമാണത്. കൈകൾ തമ്മിൽ കൂട്ടിയിണക്കണം, ചേർത്ത് പിടിക്കണം. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്, എപ്പോഴും നമ്മുടെ ശരീരവും അവരുടെ ശരീരവുമായിട്ട് ഒരു ടച്ചിങ് വേണം. മനസ്സിലായില്ലേ? അതില്ല, ടച്ചിങ് ഇല്ല. ഇപ്പൊ ആ ടച്ച് വിട്ടിട്ട് മൊബൈൽ ടച്ചിലാണ് നമ്മൾ മൊത്തം മൊബൈൽ ടച്ചായി പോയത് കൊണ്ട് ഭാര്യയായിട്ടുള്ള ടച്ചിങ് ഇല്ല. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായി പോയത്. ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. ഖദീജ റളിയല്ലാഹു തആല നബി തങ്ങളെ അങ്ങനെ സമാധാനപ്പെടുത്തിയിട്ട് ചോദിച്ചു കാര്യം. അതേപോലെ ഒരു ഭർത്താവ് വരുമ്പോൾ നമ്മൾ അങ്ങനെ സമാധാനം ആദ്യം അദ്ദേഹത്തിന് കൊടുക്കണോ എന്നിട്ട് ചോദിക്കണം. അതേപോലെ ഭർത്താവ് നല്ല അവസ്ഥയിലായിരിക്കുമ്പോഴേ നമ്മുടെ കാര്യങ്ങൾ ഭർത്താവിനോട് പറയാവൂ. അദ്ദേഹത്തിന്റെ നല്ല ഹാപ്പി, അദ്ദേഹം എപ്പോഴാണ് നല്ല ഹാപ്പിനെസ്, നല്ല അവസ്ഥയിലിരിക്കുമ്പോ റാഹത്തായിരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് നമ്മുടെ കാര്യങ്ങൾ പതുക്കെ പറയണം. എങ്ങനെയൊക്കെ നമ്മൾ അവിടെ പോകണ്ടായേക്കാം, നമ്മൾ അവിടെ നിന്ന് പോകാന്ന് പറഞ്ഞാലേക്ക് എന്തെങ്കിലും കൊടുക്കണ്ടായിക്കാടി, എങ്ങനെ കൊടുക്കാൻ പറ്റിയ പൈസ ഇല്ല, തരാന്ന് പറഞ്ഞത് തന്നതുമില്ല, കിട്ടിയതുമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഒരു നല്ല വാക്കെങ്കിലും പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല അവസ്ഥയിലായിരുന്നപ്പോ ആയിഷ റളിയല്ലാഹു തആല ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ഉടനെ തന്നെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ മാ തഖദ്ദമത മിൻ ദൻബിഹാ വമാ തഅഖറ വമാ അലനത വമാ അസറത. അല്ലാഹുവേ, എൻ്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ, അവളുടെ മുൻപിൻ പാവങ്ങളെല്ലാം പുറത്തു കൊടുക്കണേ, അവൾ രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് പുറത്തു കൊടുക്കണേ അല്ലാഹ്. മഹദിയായ ആയിഷയുടെ മുന്നിൽ വെച്ച് നബി തങ്ങൾ ദുആ ചെയ്തപ്പോ ആയിഷ ബീവി ചിരിയോട് ചിരി പൊട്ടി ചിരിക്കുകയായി. ഹബീബായ തങ്ങളുടെ മടിയിലേക്ക് ആയിഷ ബീവിയുടെ തല ചിരിച്ച് വീഴുകയായി. ചിരിച്ച് ആയിഷ ബീവി അങ്ങോട്ട് വീണു. നബി തങ്ങൾ വലിയ ദുആ എടുക്കുക. ദുആ എടുക്കുമ്പോൾ കരയുന്ന നമ്മൾ കിട്ടുള്ളൂ, ദുആ എടുക്കുമ്പോൾ ചിരിക്കുന്ന നമ്മൾ ആദ്യം. ആയിഷ ബീവിയോട് നബി തങ്ങൾ ചോദിച്ചു, അല്ല ആയിഷ, എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? എന്റെ ദുആയിൽ നിനക്ക് ഇത്ര വലിയ സന്തോഷോ? ആരാ ദുആ ചെയ്യുന്നത് നബിയെ? ലോകത്തിന്റെ പ്രകാശമല്ലേ, ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ദുആയിൽ സന്തോഷിക്കാതിരിക്കുക? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഒരു കാര്യം ഓർക്കണമെങ്കിൽ, ആയിഷേ, എന്റെ ദുആയിൽ നീ ഇത്രത്തോളം സന്തോഷിക്കുന്നുവെങ്കിൽ വൈനല ദഅവതി ലിഉമ്മതി, ഞാൻ ഓരോ സമയവും ഓരോ നമസ്കാര ശേഷവും എന്റെ ഉമ്മത്തുകൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട് ആയിഷേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദുആ എടുക്കുന്നു.
നമുക്ക് വല്ല സന്തോഷമുണ്ടോ ഹബീബേ? വല്ല സന്തോഷമുണ്ടോ? അള്ളാന്റെ റസൂൽ ദ്വാരക്ക് നമുക്ക് വേണ്ടി റബ്ബി സല്ലിം ഉമ്മത്തി സല്ലിം ഉമ്മത്തി സല്ലിം, എന്റെ ഉമ്മത്തിനെ നീ സലാമത്തിലാക്കണേ അല്ലാഹ്. അക്രമികളായ ഭരണാധികാരികൾക്കെതിരെ അള്ളാന്റെ റസൂൽ ദുആ ചെയ്ത് ഓർക്കണേ, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈആ ഫശഖ അലൈഹിം ഫശ്ഖുഖ അലൈഹി. അല്ലാഹുവേ, എന്റെ ഉമ്മത്തികളുടെ കാര്യം, എന്റെ ഉമ്മത്തികളുടെ ഭരണം, എന്റെ ഉമ്മത്തികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അധികാരത്തിന്റെ കസേരയിൽ ആരാണോ കയറി തൂങ്ങിയത്, എന്റെ ഉമ്മത്തികളെ അധികാരത്തിന്റെ കസേര ഉപയോഗിച്ച് വേദനിപ്പിച്ചാൽ അല്ലാഹുമ്മ ശ്ഖുഖ അലൈഹിം, പടച്ചവനെ നീ അവരെയും കഷ്ടപ്പെടുത്തണേ, വേദനിപ്പിക്കണേ അല്ലാഹ്. അള്ളാന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട് മോനെ. അള്ളാന്റെ റസൂൽ ദുആ തട്ടത്തില്ല, തട്ടിക്കളയില്ല. വീണ്ടും നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈആ ഫറഫഖ ബിഹിം ഫർഫഖ ബിഹിം. അല്ലാഹുവേ, എന്റെ ഉമ്മത്തികളുടെ കാര്യം ഏതൊരു ഭരണകൂടമാണോ ഏറ്റെടുത്തത്, എന്നിട്ട് ആ ഭരണകൂടം ആ ഭരണീയരായ എന്റെ ഉമ്മത്തികളോട് കരുണയും സഹാനുഭൂതിയും ഉദാരതയും കാണിച്ചിട്ടുണ്ടോ, ആ ഭരണകൂടത്തെയും നീ ഉദാരത കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്തു. വേദനിപ്പിച്ച അവരെ നീ വേദനിപ്പിക്കണം, ഇവരെ സഹായിച്ച അവരെ നീ സഹായിക്കണം. അപ്പൊ ദുആ ഉണ്ട് കേട്ടോ, പേടിക്കണ്ട. വരും നമ്മൾ ഇവിടുത്തെ പ്രശ്നം തീർക്കാം, മണിയറയിലെ പ്രശ്നങ്ങൾ തീർക്ക്, എന്നാൽ എല്ലാം റെഡിയായി കിട്ടും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നബീന റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സന്തോഷിച്ചു. എന്റെ പൊന്നുമങ്ങളെ, എന്റെ വാദ കേൾക്കാൻ ഇന്നവിടെ ഒരുമിച്ച് കൂടി എന്റെ പൊന്നു സഹോദരിമാരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇന്നേ വരെ നിങ്ങളുടെ ഭർത്താവിനോട് എനിക്ക് വേണ്ടി ഇക്കാ ഒന്ന് ദുആ ചെയ്യുമോ ഇക്കാ എന്ന് പറഞ്ഞ പെങ്ങന്മാരുണ്ടോ? ഒന്ന് ദ്വാരക്കാം പ്ലീസ്, എനിക്കൊണ്ട് ഒന്ന് ദ്വാരക്കാം. ചിലപ്പം ആശുപത്രി കൊണ്ടുപോകുമ്പോഴെങ്കിൽ ദ്വാരക്കാൻ പറയും, അല്ലാതെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും ഒരു പെങ്ങള് ദ്വാരക്കാൻ വേണ്ടി തന്റെ ഭർത്താവിനോട് ഒന്ന് ദ്വാരക്കണേ. ചിലപ്പോ ഇരിക്കുന്ന 100-ലെ ഒരു 7% പറഞ്ഞു കാണും. ചിലപ്പോ അത്ര ഉണ്ടാവുള്ളൂ, അല്ല ഭൂരിപക്ഷം പറയൂലല്ലോ, ഇല്ല പറയൂല. എന്നാ നമ്മളോ അവളോട് പറഞ്ഞിട്ടുണ്ടോ, എടി എനിക്ക് വേണ്ടി ദ്വാരക്കണേടി? ചിലപ്പോൾ ഗൾഫിൽ പോകുമ്പോ പറയും ദ്വാരക്കണേടി. ചിലപ്പോൾ വിസയും പാസ്പോർട്ടും ഒക്കെ ഇൻഷാല്ലാഹ് പോയിട്ട് വരും, റാഹത്തായിട്ട് പോയിട്ട് ഒരു കുഴപ്പമൊന്നും സംഭവിക്കൂല, റാഹത്തായിട്ട് പോയിട്ട് വരും. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പെങ്ങന്മാരെ ഒന്ന് ഓർമ്മിപ്പിച്ചത്, പെണ്ണുങ്ങളെ, നിങ്ങൾ ആദ്യമായി ദുആ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇക്കാമാർക്കാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കേൾക്കണേ, സ്നേഹപൂർവ്വം യുവതികളോട് ഒരു ഹദീസ് ഇതാ വരികയാണ്. ഇദാ ഹർബത്തുൽ മർഅതു മിൻ ബൈതി സൗജിഹാ, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്, ലം തുഖ്ബൽ സലാത്തുഹാ ഹത്താ തർജിഅ ഇലാ ബൈതി സൗജിഹാ, അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ. മടങ്ങി വന്നാൽ മാത്രം പോരാ, ഹത്താ തലഅയദഹാ ഫീ യദിഹി, മടങ്ങി വന്നിട്ട് തന്റെ കൈയെടുത്ത് ഭർത്താവിന്റെ കൈയോട് ചേർത്ത് പിടിച്ചിട്ട് പറയണം, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ എന്നോട് പ്രവർത്തിച്ചോ, അവിടുത്തെ അനുവാദമില്ലാതെ ഞാൻ ഇറങ്ങിപ്പോയതാണിക്ക എന്ന് പറയാത്ത ഒരു പെണ്ണിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. പെങ്ങളെ, ഭർത്താവിനോട് വിളിച്ചു ചോദിച്ചിട്ടല്ലാതെ വാളന് വരരുതേ, ഭർത്താവിനോട് വിളിച്ചു ചോദിച്ചിട്ടല്ലാതെ ഷോപ്പിങ്ങിന് പോകരുതേ, ഭർത്താവിനോട് വിളിച്ചു ചോദിച്ചിട്ടല്ലാതെ PTA മീറ്റിംഗിന് പോകരുതേ. ഏത് കാര്യവും നിന്റെ ഭർത്താവിനോട് ചോദിക്കൽ സുന്നത്താണ്, ഇല്ല എങ്കിൽ നിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ശേഷം നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ മഹദിയായ ആയിഷ ബീവിയോട് കുറെ ഉപദേശങ്ങൾ നൽകുകയാണ്. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറയുന്നു, അയ്യ ആയിഷ, അയ്യും അംറഅത്തിൻ സല്ലത്ത്, ഏതെങ്കിലും ഒരു പെണ്ണ് നമസ്കരിച്ചിട്ട്
തന്റെ ശരീരത്തിന് വേണ്ടി, തന്റെ തടിക്ക് വേണ്ടി അവൾ ആദ്യം ദുആ ചെയ്തു. സുമ്മ തദ്ഉ ലി സൗജിഹാ, പിന്നീടാണ് തന്റെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്തതെങ്കിൽ ലം തുഖബൽ സലാത്തുഹാ ഹത്താ തദ്ഉ ലി സൗജിഹാ സുമ്മ തദ്ഉ ലി നഫ്സിഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ കുറെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ കൂട്ടത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആയിഷേ, ഏതെങ്കിലും ഒരു പെണ്ണ് നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ ഭർത്താവിന് വേണ്ടിയാണ് ആദ്യം അവൾ ദുആ ചെയ്യേണ്ടത്, രണ്ടാമതാണ് അവൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. അല്ലാതെ തന്റെ ഭർത്താവിനെ രണ്ടാം സ്ഥാനം നൽകിയിട്ട് രണ്ടാം കിട ഭർത്താവാക്കിയിട്ട് ആദ്യമായി അവൾ അവളുടെ ആവശ്യത്തിന് വേണ്ടി ദുആ ചെയ്താൽ, ഏതൊരു നമസ്കാരത്തിന് ശേഷമാണോ അവൾ ദുആ ചെയ്തത്, ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല ആയിഷ. ആ നമസ്കാരം കൊണ്ട് അവൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല ആയിഷ. നബിയുനാ റസൂലുള്ളാഹി സ്ഥാനം കൂടുതൽ ഭർത്താവിന് വേണ്ടി ദുആ എടുക്കണമെന്ന് ആദ്യം ഭർത്താവിനുണ്ട് ദ്വാരക്കണമെന്ന്. പക്ഷെ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ആദ്യം അവക്ക് വേണ്ടിയാണ് ദ്വാരക്കുന്നത്, ഭർത്താവിന് രണ്ടാം സ്ഥാനത്താണ്. വേണമെങ്കിൽ കാമുകന് വേണ്ടി ദ്വാരക്കും ആദ്യം. അങ്ങനെ ഈ സ്ഥലത്തിന്റെ വടക്കൻ തലയിലെ പെണ്ണുങ്ങൾ ചിലപ്പോ അങ്ങനെ എനിക്കറിയില്ല. 27 തലാഖാണ്, 27 തലാഖ് സംഭവിച്ചു. എങ്ങനെ സംഭവിച്ചു? ഇത്രയും വലിയ തലാഖ് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കുടുംബം, മഹത്വം, ഭർത്താവ്, ഭാര്യ ഇത് മനസ്സിലാകാത്തത് കൊണ്ടല്ലേ. എന്റെ ഭാര്യയെ ഞാൻ നല്ല നിലയിൽ നോക്കിക്കൊള്ളാമെന്ന് ഭർത്താവ് തീരുമാനിച്ച് അവളെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവളുടെ ഇഷ്ടാനുഷ്ഠങ്ങളെല്ലാം നിങ്ങൾ നിറവേറ്റി കൊടുക്കണേ. അങ്ങനെ നിറവേറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവളുടെ ഭാഗത്തു നിന്ന് ഒരു ന്യൂനതകളും ഉണ്ടാവുകയില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കേവലം വസ്ത്രം മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഭാര്യയ്ക്ക് ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പത്തിനൊത്ത് ഭർത്താവ് ഒന്ന് നിന്നു കൊടുക്കണം. അത് ഭർത്താവിന്റെ കടമയാണ്, അത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ ഭർത്താവ് വീഴ്ച വരുത്താൻ പാടില്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങും, ഞാൻ മറ്റുള്ളവന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങുകയില്ല. പക്ഷേ എന്നെ സമീപിക്കാൻ, എന്നെ പ്രാപിക്കാൻ എന്റെ ഭർത്താവ് വരുമ്പോ അഴുക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട്, അഴുക്ക് വേഷത്തോടെ, വൃത്തിയില്ലാതെ, വൃത്തിഹീനമായ അവസ്ഥയിൽ എന്റെ ഭർത്താവ് എന്നെ പ്രാപിക്കാൻ വന്നാൽ എനിക്കത് ഇഷ്ടമില്ല എന്ന് ഏതെങ്കിലും ഒരു പെണ്ണിന് അങ്ങനെയുള്ള അഭിപ്രായമുണ്ടെങ്കിൽ, എന്റെ പൊന്നിക്കാമാരെ, കുളിച്ച് വൃത്തിയായി മിസ്കും പുരട്ടിയിട്ടല്ലാതെ അവളുടെ ബെഡ്റൂമിലേക്ക് നീ പ്രവേശിക്കരുതേ. നമ്മളെ ഇതമ്മ കൊട്ടപ്പാക്ക് കച്ചവടം നടത്തിയിട്ട്, കള കച്ചവടം നടത്തി, ഇറച്ചി കച്ചവടത്തിൽ, മീൻ കച്ചവടം നടത്തിയിട്ട് ചുമ്മാ ആ തോട്ടിൽ കൈയും കാലും മാത്രം ഒന്ന് കഴുകിയിട്ട് ഒന്ന് മാറി സോപ്പ് ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് രാത്രി അവളുടെ മുറി കയറാൻ പോയാൽ ചുമ്മാ കശത്തിൽ നിന്ന് വാടിക്കുന്നു, അവിടെ വാടിക്കുന്നു, ഇവിടെ വാടെടുക്കുന്നു, ചുമ്മാ കുളിച്ചതുമില്ല, ഇവക്കും ഉള്ള വന്ന റാഹത്തല്ല പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇയാള് കുളിച്ചിട്ട് നല്ല ഊതൊക്കെ മേടിച്ചു വെക്കണം. അത്ര നല്ല മസ്ക്, വൈറ്റ് മസ്ക് വാങ്ങിച്ചു വെക്കണം. അതൊക്കെ ഈ കശത്തിലും ഇവിടെ ഒക്കെ ഒന്ന് പെരട്ടണം. കുളിച്ചിട്ട് മണം വേർക്കുമ്പോ നല്ല മണായിരിക്കും. അതല്ല അറബികള് കുളിച്ചില്ലല്ലോ, എന്താ ഈ സാധനം പറ്റിയാതി നല്ല മണല്ലേ. എന്താ മണ? സായിപ്പന്മാരൊക്കെ വന്ന് കിടക്കാൻ പാടില്ല. ഇങ്ങനെ സൈക്കിൾ ഓടിച്ചോണ്ട് പോയാൽ മതി. 12 മണിക്ക് ഉച്ചയ്ക്ക് ഭയങ്കര വേറെ നാട്ടടിക്കുമ്പോ സായിപ്പ് മാതാമ പോകുമ്പോ നല്ല മണമാണ്. എന്നാ കുളിച്ചോ? തൂറിയ കഴിവത്ത് പോലും ഇല്ല, എല്ലാം ടിഷ്യൂ പേപ്പർ വെച്ച് തുടക്കല. അവർക്ക് അതാണ്. പിന്നെ അല്ലേ നിങ്ങൾ തമാശ ചൈനപ്പോ നമ്മൾ അനുഭവിച്ചതാ. എന്റെ റബ്ബേ, അവിടെ വെള്ളമൊന്നുമില്ല. സംഭവം സൂക്ഷിച്ചു പോണം. പോയി ഓടിപ്പോയി കൂടെ കക്കൂസിങ് ഇരുന്നേക്കല്ലോ സംഭവം. കാരണം അവിടെ ഒന്നും അതില്ല. യൂറോപ്യൻ സിസ്റ്റങ്ങൾ അവിടെ എല്ലാം വെള്ളമൊന്നും ഇല്ലാത്ത സിസ്റ്റങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള അവർക്ക് മണം. അപ്പൊ നമ്മൾ അങ്ങനെ നല്ല വസ്ത്രം ധരിക്കണം, നല്ല മണം ഉണ്ടായിരിക്കണം. അതൊക്കെ ചില പെണ്ണുങ്ങൾക്ക് ഒരു ഇഷ്ടം വരും. അതേപോലെ തിരിച്ചു ഒരു ഭാര്യ ഭർത്താവിലേക്ക് പോകുമ്പോ കുളിച്ചു സുന്ദരിയായി വെടിപ്പോടെ വൃത്തിയായിട്ട് രാത്രി ഭർത്താവിനെ സമീപിക്കാൻ പോകുമ്പോൾ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല അത്ര പൂഷിയിട്ട് ഭർത്താവിന്റെ മുന്നിലേക്ക് വരണേ. അതും ഭാര്യയുടെ കടമയാണ്. രാത്രി കുളിക്കാൻ പോകുന്ന ജോലിയൊന്നുമില്ല. പിന്നെ മണ്ടാരയുടെ കാരണം കളവന്റെ അടുത്ത് തന്നെ കുളിക്കാൻ പോകില്ല. പിന്നെ വലിയ കാര്യമായിപ്പോയി. ഇങ്ങനെയൊക്കെ മതി, വേണമെങ്കിൽ പറ്റിയെങ്കിൽ പറ്റിയ പണിയോക്ക്. അതാണ് പ്രശ്നം.
ഒരു ഭർത്താവിനെ അപേക്ഷിച്ചിടത്തോളം ഒരു ഭാര്യയ്ക്ക് ഒരു ഭാര്യയോട് സ്നേഹം ഉണ്ടാക്കുന്നുള്ളത് കൂടുതൽ അവളാണ്. ആ മിഷനൊക്കെ അവളാണ് തീരുമാനിക്കേണ്ടത്. ഇത് ചുമ്മാ 24 മണിക്കൂർ അടുക്കളയ്ക്ക് പോയി പണിയെടുത്ത് മറ്റേ ടിഷ്യൂ എന്ന് ബോംബും വെച്ച് ആ ശരീരം എല്ലാം ആ ഗ്യാസ് സ്റ്റൗവിൽ നിന്നുള്ള തീ അടിച്ചടിച്ചടിച്ച് ഈ പൂടെ എല്ലാം കരിഞ്ഞ് ഈ ഇതെല്ലാം കരിഞ്ഞ് മൊത്തവും കരിഞ്ഞ് എല്ലാം ഫുൾ ടൈം അടുക്കളക്കകത്ത് കിടന്ന് ഈ പണിയെടുത്ത് നമുക്ക് നമ്മുടെ ഭാര്യ കാണുമ്പോൾ ഒരു റാഹത്ത് തോന്നണ്ടേ? കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മനസ്സ് തോന്നണ്ടേ, ഒരു സന്തോഷം തോന്നണ്ടേ? ഇത് കണ്ണും കുഴിഞ്ഞ് കവിള് ഒട്ടി ഒരുമാതിരി തിന്നാനും കുടിക്കാനും ഇല്ലാത്ത എന്തുമാതിരി NRC-ക്കാരെ പിടിച്ചുകൊണ്ടിടുന്ന പോലെ തടവിൽ നിന്ന് വന്നതുപോലെ എന്ത് നീ ഇങ്ങനെ നല്ലപോലെ തിന്നാത്ത? നമ്മുടെ ശരീരം കുറച്ച് നോക്കണം പെങ്ങളെ. ഒരു ഭർത്താവിന് നിന്നെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് അതുണ്ടാകണം. അതിന് ശരീരം പെണ്ണുങ്ങൾ നോക്കണം. പെണ്ണുങ്ങൾ ശരീരം നോക്കാറില്ല. അമ്മ കുറെ ഇങ്ങനെ വെച്ചോളം ഇങ്ങനെ തിന്നും കൊടുത്തിരിക്കണം. നല്ല ഡ്രസ്സ്, നല്ല വസ്ത്രം, നല്ല അത്രയൊക്കെ പൂശിയിട്ട് ഭർത്താവിന്റെ മുന്നിൽ പോകണം. പുറത്തു പോകുമ്പോൾ അത്രയൊന്നും പൂശണ്ട, അത് നാറ്റം അടിക്കുന്ന വേഷത്തിൽ പോകണം. അപ്പൊ ആരെങ്കിലും അടുത്ത് വരും, യോ ചമരിയാട് എന്റെ പഠിച്ചോനെ വേണ്ട, യോ സാധാരണ ജീവിതത്തിൽ കുളിക്കത്തില്ലടാ, അങ്ങനെ വേണം. അതാ പുറത്തു പോകുമ്പോ ഭർത്താവിന്റെ അടുത്ത് വരുമ്പോ പറ്റൂല. അത് കസ്തൂരിമാൻ വരുന്ന പോലെ വരണം. അത് ചമരിയാടിന്റെ കൂട്ടത്തിൽ വരാൻ പറ്റൂല. അങ്ങനെ വരണോ? അപ്പൊ പ്രശ്നം തീരും കുടുംബത്തിൽ അങ്ങോട്ട്. എന്നിട്ടോ ഭാര്യ ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ അവരുടെ രണ്ടുപേരുടെയും തൃപ്തി നിങ്ങൾ പരിഗണിക്കണേ. അങ്ങനെ പരിഗണിക്കാത്തവൻ വിശ്വാസിയെ അല്ല എന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ന് കുടുംബ പ്രശ്നം ഉണ്ടാകാനുള്ള 70% കാര്യങ്ങളും രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, ഒരു തൃപ്തിയില്ല. പക്ഷേ അതൊരു പെണ്ണിന് പറയാൻ ലജ്ജയാണ്. എങ്ങനെയാണ് അവതരിപ്പിക്കുക, എങ്ങനെയാണ് അത് പറയുക? അതുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം, എന്നെ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയായോ? അതേപോലെ ഭർത്താവും ചോദിക്കട്ടെ, സഹോദരന്റെ പൊന്നെ എന്നെ കൊണ്ടും നിനക്ക് തൃപ്തിയായോ എന്ന് ചോദിക്കണേ. അതാണ് ഇസ്ലാം. അതെവിടെ ചോദിക്കുന്നത്? അതൊന്നും അങ്ങനെ ചോദിക്കില്ലല്ലോ. പോവുക, കാര്യം കഴിഞ്ഞ് എഴുന്നിട്ട് പോവാന്നുള്ള അല്ലാതെ മിണ്ടൽ പോലുള്ള സംസാരമില്ല, ഒന്നുമില്ല. നാളെ കാണാം, വീണ്ടും സന്ധിക്കും വരെ വണക്കം നേയറുകളെ. അസ്സലാമു അലൈക്കും. ഹദീസാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. നബിതങ്ങൾ പറഞ്ഞു കുടുംബ ബന്ധ റാഹത്താകാൻ നബിതങ്ങൾ പറഞ്ഞത്. ഒരു ഭാര്യ വെറുതെ വഴക്കുണ്ടാക്കൂല ഒരു ഭർത്താവിനോട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു ഭർത്താവ് വെറുതെ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കൂല. തന്റെ ഭർത്താവിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവളാകണം ഭാര്യ. ഭാര്യയുടെ ആവശ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാകണം ഭർത്താവ്. അതാണ് ഭർത്താവ്. നബിയുനാ റസൂലുള്ളാഹി തആലയാണ് ഭാര്യയെ ബഹുമാനപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് അലിയാർ തങ്ങൾക്കാണ്. അലി റളിയല്ലാഹു തആല അൻഹുമായുള്ള വിവാഹ ബന്ധ ജീവിതത്തിൽ ഇടയിൽ ഒരുപാട് പൊട്ടലും ഉരസലുകളും ഒക്കെ അവർക്കിടയിലും ഉണ്ടായി. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ ബീവിയോട് ദേഷ്യപ്പെടുമായിരുന്നു. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല നബി തങ്ങളോട് പോയി പരാതി പറയുകയുണ്ടായി. ഉപ്പാ, എന്റെ ഭർത്താവ് എന്നോട് വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ മരുമകനെ വിളിച്ച് ദേഷ്യപ്പെട്ടില്ല, മരുമകനെ വിളിച്ച് ചോദിച്ചില്ല. പിന്നെയോ പൊന്നുമോള് ഫാത്തിമ, അവിടെ ഇരിക്കും മകളെ, നിന്റെ ഉപ്പ നിന്നെ ഒന്ന് ഉപദേശിക്കട്ടെ. മോളെ ഫാത്തിമ, ഈ ഉപ്പ പറയുന്നത് നീ ഒന്ന് കേൾക്കണേ മകളെ. ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാകാൻ കാരണമെന്തെന്ന് പറയട്ടെ. ഒരു ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടത്തി കൊടുക്കുന്നതിൽ ഒരു ഭാര്യയ്ക്ക് വീഴ്ച സംഭവിക്കലാണ് മകളെ. അലി നിന്നോട് ദേഷ്യപ്പെടണമെങ്കിൽ നിന്നിൽ നിന്ന് അലിക്ക് തൃപ്തിയായിട്ടില്ല. പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾ നേരെ എന്താ ചെയ്യാ? നമ്മൾ നേരെ മരുമോനെ അടിക്കാൻ പോകും. മോൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകുന്ന മോള് വന്ന് പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. വീട്ടിൽ കിടന്ന് വളർന്ന് വാപ്പന്മാരുടെ കീഴിൽ കിടന്ന് വളർന്ന് എല്ലാ അരുത്തിയും വാത്സല്യവും ഒക്കെ കൂടിയപ്പോ ഈ പെണ്ണുങ്ങൾ പറയുന്ന ഈ വാപ്പ കേൾക്കുള്ളൂ. പെണ്ണ് പറയുന്ന വാപ്പ കേൾക്കുള്ളൂ. മരുമോന്റെ ഭാഗം എന്താണെന്ന് ശ്രദ്ധിക്കൂല, അല്ല പെണ്ണിന്റെ ഭാഗം ശ്രദ്ധിക്കൂല. എന്താ പെണ്ണിന്റെ തെറ്റൊന്നുമല്ല. ഉടനെ ഇയാളെ വിളിച്ചിട്ട് മര്യാദ കേട്ട 101 പവനും എന്റെ വണ്ടി മര്യാദ ഇവിടെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അടിച്ച് ശരിയാക്കളെ, ഇങ്ങനെയൊക്കെയാന്ന് പറയുന്നത്. ആദ്യം പെണ്ണ് വിളിക്കണം, മോളെ എന്താ പ്രശ്നം? നമ്മൾ ഉപദേശിച്ചു കൊടുക്കണോ? നമ്മൾ ഉപദേശിച്ചു കൊടുക്കണോ? ഒരു ഭർത്താവിന് ഇഷ്ടമുള്ള സമയത്തൊക്കെ വന്ന് അയാളുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണ്ടേ? അയാൾ വരുന്ന സമയത്ത് ഇവിടെ ചാറ്റിക്കൊണ്ടിരുന്ന പിന്നെ ഏത് ഭർത്താവിനെ ഇഷ്ടപ്പെടും?
അയാൾ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും, ആ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് തനിക്ക് ഭക്ഷണം വിളമ്പി തരണം. ആ ഭക്ഷണം വിളമ്പി തരുമ്പോൾ അവള് ചാറ്റിങ് ഇതാണ് അവിടെ ഇരിപ്പുണ്ട്, അവിടെ എടുത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്, ഞാൻ കണ്ട ഒരു അത്യാവശ്യമായിട്ട് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് ഞാൻ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് പെട്ടെന്ന് നാട്ടൊക്കെ എടുത്ത് നിന്നോ ഇങ്ങനൊക്കെ പറഞ്ഞു 1-2 പ്രാവശ്യം ശ്രമിക്കുക. എപ്പോഴും ഇന്റർവ്യൂ എടുക്കാൻ അവള് പോയാൽ എന്തോ ഇയാൾക്ക് ഇന്റർവ്യൂ എടുക്കാനുള്ളതായത്, ഇവള് പിന്നെ വേറെ ഇന്റർവ്യൂവിന് പോയാൽ പിന്നെ ഇങ്ങനെ പിന്നെ എന്ത് ചെയ്യും? സംഭവം ആകെ പ്രശ്നങ്ങളായി പോകൂലേ? ഇതിനല്ലേ കുടുംബത്തിലെ പ്രശ്നം ഉണ്ടാവുന്നത്. ഇതിനാണ് ബഹുമാനപ്പെട്ട സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു സമയമുണ്ടോ? ഒമ്പാരിക്കല്ലേ തുടങ്ങിയ 10-11 2 മണിക്കൂറിലും പ്രസംഗിക്കണ്ടേ? ബക്കറ്റൂരുണ്ടോ? എന്നാ അതെടുത്തോ. ഇച്ചിരി പൗരത്വം ആദ്യം പറഞ്ഞുകൊണ്ട് നീണ്ടുപോയി. പക്ഷേ ഒരുപാട് കിടക്കുകയാണ്. സ്നേഹപൂർവ്വം യുവതികളോട് ഇഷ്ടംപോലെ കിടക്കുകയാണ്. 27 തലാഖ് മഹല്ലിൽ നടന്നു. അതൊക്കെ പാടില്ല, ഒരിക്കലും പാടില്ല. ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരില ഇതൊക്കെ തലാഖ്, അല്ലാതെ എന്ത് തലാഖ്? നമ്മളൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ആക്കിയപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച് മക്കളുമായി ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി തലാഖ് ചൊല്ലുന്ന നാണമില്ല. എന്നാലും നമ്മൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്മിറ്റി, ഒരു സംഘടനയൊക്കെയാണ്. അൽഹംദുലില്ലാഹ് എല്ലാ വർഷവും ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരു മദ്രസ, പരിസരത്ത് എവിടെയെങ്കിലും ഒരു മദ്രസയും ഇൻഷാ അല്ലാഹ് ഒരു ലൈബ്രറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ല ഒരു പരിപാടിയൊക്കെ തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇവരെല്ലാം ചെയ്ത് കൊടുക്കുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാ സഹായം, ഇപ്പൊ ഒരു പിരിവിടങ്ങല്ല, സഹായം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യണം. നിങ്ങളെ വന്നവർ സമീപിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത അതിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ടില്ലയോ? ചിലപ്പോൾ ഉദ്ഘാടനമായിരിക്കാം, ഇല്ലയോ? അടുത്ത വർഷം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജമാഅത്ത് വടക്കുംതല അൽഹംദുലില്ലാഹ്. കാര്യം പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ പറയുന്നത് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് പ്രശ്നമില്ല. അതെ, അതുകൊണ്ട് കുഴപ്പമില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പരാതി പറഞ്ഞു നബിതങ്ങളോട് പോയി. ബക്കറ്റ് കിട്ടിയില്ല അബീവേ. അടുത്ത വീട്ടിൽ പോയി ബാത്റൂമിൽ നിന്ന് എടുത്തോണ്ട് വരണ്ട, അവിടെ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് ബക്കറ്റ് കിട്ടാതെ വരുമ്പോൾ എവിടെ ശ്രദ്ധിച്ചോ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. അതൊക്കെ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹുവിന്റെ ഭാര്യ നബിതങ്ങളുടെ പരാതി പറഞ്ഞു. എന്താ പരാതി? 3 കുറ്റം. ഭർത്താവിന്റെ കുറ്റം. ഭർത്താവിന്റെ 3 കുറ്റം. 1, സുബഹി നിസ്കരിക്കൂല. 2, എന്നെ നിസ്കാരത്തിൽ നിന്ന് അടിക്കും. നിസ്കരിക്കുന്ന സമയത്ത് എന്നെ അടിക്കും. എന്നെ നോമ്പ് പിടിക്കാൻ സമ്മതിക്കുന്നില്ല നബിയേ. 3 കുറ്റാണ്. ഒരു ഭാര്യ നമ്മുടെ സാറ് എഴുന്നേറ്റ് പോയത് ബക്കറ്റ് എടുക്കാൻ പോയതാ. ചെറുപ്പക്കാരൊന്നും ഇല്ല, ന്യൂജി ഒന്നുമില്ല, എല്ലാം ഓജിയേ ഉള്ളൂ. സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ പരാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യ പോയിട്ട് പറഞ്ഞു 3 പരാതി. 1, എന്റെ ഇക്ക സുബഹി നിസ്കരിക്കൂല. 2, സുന്നത്ത് നിസ്കരിക്കുമ്പോൾ എന്നെ അടിക്കുന്നു. 3, നോമ്പ് പിടിക്കാൻ സമ്മതിക്കുന്നില്ല. കൊണ്ടുവരും മുസ്ലിം പറഞ്ഞു തുടങ്ങാം. നല്ലൊരു കാര്യത്തിന് എല്ലാവരും നമ്മുടെ നിയമം, ഈ വംശപരിയുടെ നിയമം നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അനുകൂലമായി കിട്ടുന്നതിന് വേണ്ടി ദുആ അരക്കാൻ നോക്കട്ടെ വല്ല ഉണ്ടോ നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ നമ്മുടെ ആ നിയമം നമുക്ക് അനുകൂലമാകാൻ നിയത്ത് ചെയ്ത് എല്ലാവരും ബിസ്മില്ലാഹ് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. സദഖ ചെയ്യ്, ഇസ്തിഗ്ഫാർ, സദഖ, ദുആ, ഇതൊക്കെയാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും പിശുക്ക് കാണിക്കല്ലേ, എല്ലാവരും കാര്യമായിട്ട് എല്ലാവരും സഹായിക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും സഹായിക്കണം, കാര്യമായിട്ട് സഹായിക്കും. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ അങ്ങനെ ഇരുന്നങ്ങ് പറഞ്ഞു പോവേ, കാര്യങ്ങളെ പറയാണ്ടല്ലോ ഈ വിഷയത്തിൽ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും സഹോദരിമാരൊക്കെ എല്ലാം അങ്ങ് ദൂരെ കൊണ്ടിരിക്കണില്ല. നേരത്തെ അവള് പറഞ്ഞ പോലെ ബേസ്റ്റ് സാധനങ്ങളൊന്നും അല്ലല്ലോ. അല്ല, ഇവിടെ ആടിനെ കെട്ടുന്നതുകൊണ്ട് അവരെ കൊണ്ട് മാറ്റിയിരുത്തുന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കണ്ടാവില്ല,
ഓ ഇതിനാ ഞാൻ വിചാരിച്ചത് കൊള്ളവായിരിക്കും. അല്ല കൊള്ളാം. ഇവിടെ മദ്രസ ഇല്ല. മദ്രസ ആകുമ്പോൾ എൻ്റെ കൂട്ടത്തിലെല്ലാം കൂടെ നിസ്കാരവും എല്ലാം നടക്കില്ല. തയ്ക്കാവ് പോലെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഫ്വാൻ ഇബ്നു മുഅത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിളിപ്പിച്ചു. സഫ്വാൻ എന്റെ ഭാര്യ 3 പരാതിയായിട്ട് വന്നിട്ടുണ്ട്. പ്രസിഡന്റ് ഞാൻ അറിഞ്ഞില്ല. നമ്മൾ നേരത്തെ ചോദിക്കാൻ എന്തൊക്കെയാ പരാതി വന്നത് എല്ലാം കാണുമല്ലോ. ലിസ്റ്റ് വായിക്കുമ്പോൾ ഓരോരോ തലാഖിന്റെ ലിസ്റ്റുകൾ വായിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഭർത്താവിന്റെ കുറ്റങ്ങൾ പറഞ്ഞു. ഭാര്യയുടെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ കുറെ കുറ്റങ്ങൾ കാണുമല്ലോ. എന്നാൽ ഈ കുറ്റം കാണുമോ? എന്താണൊന്ന്? സുബൈ നിസ്കരിക്കൂല, സുന്നത്ത് നിസ്കരിക്കുമ്പോ എന്നെ അടിക്കുന്നു. 3 സുന്നത്ത് നോമ്പെടുക്കാൻ സമ്മതിക്കുന്നില്ല. സഫ്വാൻ പറഞ്ഞ ശരിയാണോ? നീ എന്തേ ഇവള് നിസ്കരിക്കുമ്പോ ഇവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഫ്വാൻ ഇബ്നു മുഅത്ത് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബിയേ, ഞാൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോ എനിക്കൊന്ന് ഭക്ഷണം വിളമ്പി തരാൻ, വെള്ളം തരാൻ എന്റെ ഭാര്യയല്ലാതെ എനിക്ക് മറ്റാരുമില്ല. ഞാനങ്ങ് വളരെ ദൂരത്ത് നിന്ന് വന്ന് വീട്ടിൽ ഞാൻ വിശ്രമിക്കുന്ന സമയത്ത് ഇവള് നമസ്കാരമാണ്, ദീർഘനേരം നിന്ന് നമസ്കരിക്കലാണ്. കുറെ ദിവസങ്ങളൊക്കെ ഞാൻ അവളെ ഉപദേശിച്ചു നോക്കി നബിയേ. ആ ഉപദേശത്തിൽ നിന്ന് അവൾ മനസ്സിലാക്കിയിട്ടതിൽ നിന്ന് പിന്മാറുന്നില്ല. എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ വേണ്ടി എനിക്ക് ഭക്ഷണം വിളമ്പി തരാൻ എന്റെ ഭാര്യയില്ല, അവൾ നമസ്കാരത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, മോളെ അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരി. ഫർള് നിസ്കാരമല്ല കേട്ടോ, സുന്നത്ത് നിസ്കാരം. അല്ല ലോറ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞ് കട്ടിയമ്മ നടിച്ച സുജൂദി പോകുമ്പോ ഒരു ചവിട്ടം കൊടുത്തേച്ചാ പിന്നെ അല്ലാതെ നിസ്കരിക്കാതെ ഇയാൾക്ക് പറയാ ജാമനുള്ള തരാം. ഫർള് നിസ്കാരത്തിനല്ല, സുന്നത്ത് നിസ്കാരം. അങ്ങോട്ട് കൈകൊണ്ട് 3 യാസീനൊക്കെ വിശക്കട്ടെ, കളവൻ കുറെ വിശക്കട്ടെ. അങ്ങനെയൊക്കെ വിട്ടാലോ. വേറെ പണിയാന്ന് നിസ്കാരത്തിലാകുമ്പോ എന്നൊന്നും ചെയ്യില്ല. ചാറ്റിംഗ് എന്ന് പറഞ്ഞില്ല എന്നെ കുറ്റം പറയുന്നത്. ഇപ്പൊ എന്നെ ഒന്ന് അടി, ഞാൻ നോക്കട്ടെ. നീ ഒന്ന് അടി, ഞാൻ ഭയങ്കര സന്ന പെണ്ണുങ്ങളെ കളിക്കാൻ പറ്റത്തില്ല. സാധനം കാന്താരിയാ, കാന്താരി. പിന്നെ അല്ലാതെ നമ്മള് തെറ്റ് ചെയ്യുമ്പോ എപ്പോഴും കുറ്റം, അത് കുറ്റം പറയാം. നിസ്കരിക്കുമ്പോ ഇയാളെ കുറ്റം പറയൂല, എന്നാ ഇന്ന് ആ പണിയെടുക്കാറ്. അങ്ങനെ ദീർഘിച്ചുള്ള നിസ്കാരം, സുന്നത്ത് നിസ്കാരം ദീർഘനേരം. പറഞ്ഞു, മോളെ, ഒരു ഭർത്താവിന്റെ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണം. നമ്മളൊക്കെ പെണ്ണുങ്ങൾ പറയില്ലേ. പിന്നെ മുസ്ലിയാക്കന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചോറ് വെച്ചു കൊടുക്കണ്ട, പിന്നെ വസ്ത്രം കഴുകി കൊടുക്കണ്ട, തുണി കഴുകി കൊടുക്കണ്ട, വീട് തൂക്കണ്ട, ഇതൊക്കെ പിന്നെ പറയുകയും ചെയ്തിട്ട് പിന്നെ ചാപ്പാട് വിളമ്പി കൊടുക്കണമെന്നും കൂടെ പറഞ്ഞു. ഇതേത് മുസ്ലിയാരാപ്പാ? പണ്ടുപോലെ മുസ്ലിയാക്കന്മാരൊക്കെ പെണ്ണുങ്ങളെ കുറച്ച് പദവി ഇച്ചിരി തള്ളി വിടുന്ന അന്ന് പൊങ്ങിക്കോട്ടെ ഓർത്ത് എന്നും പറഞ്ഞ് ചാപ്പാട് നമുക്ക് വിളമ്പിത്തരാൻ നീ തയ്യാറില്ലെങ്കിൽ തൊട്ട അയൽവക്കത്ത് ആമിനടുത്ത് നമ്മള് പോകും. എടി ആമിന ചോറ് വിളമ്പിത്താന്ന് നമ്മള് നോക്കിയിരിക്കുക. സംഭവം നീ എപ്പോ ഉപരോധം ഏർപ്പെടുത്തിയോ അപ്പോഴേ അടുത്ത ഫോൺ വിളിക്കാൻ റെഡിയാണോ, ഞാൻ ദാ വരുന്നു. അവള് അതിൽ പൂച്ചണ്ട് പാടി നിൽക്കുക, ഇങ്ങോട്ടൊന്ന് വാ, ഞാൻ സ്വീകരിച്ചോളാന്ന് പറഞ്ഞിട്ട് സംഭവം ഒന്നും കിട്ടിയില്ലേ. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഇത് ഇഷ്ടപ്പെടുവോന്നറിയില്ല ഈ പറയുന്നത്. അതുകൊണ്ട് പൈസ കൊടുക്കാൻ വെച്ചേക്കുന്ന പൈസ പിന്നെ അയാൾക്ക് ഞാൻ കൊടുക്കാൻ പോയില്ലേ പൈസ. ചിലപ്പോ അറിയത്തില്ല സംഭവം ഇല്ലേ. അങ്ങനെയൊന്നുമില്ല. വടക്കുന്നുള്ള പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളല്ലേ, നമുക്കറിയാം. ഇവിടെ ഉള്ളവർക്കല്ല, നമുക്ക് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നതിന്റെ വിഷമം കൊണ്ടങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ തലാഖൊക്കെ ചെറിയ പ്രശ്നങ്ങൾക്ക് ഹബീബ് തലാഖ് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും കുറ്റമുണ്ട്, രണ്ടും പരിഹരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങോട്ട് മാറിപ്പെടാൻ തിരിച്ചു വരും. നിക്കാഹ് നടത്തുമ്പോ നമ്മൾ ഇംസാക്കും മഅറൂഫ്, നല്ല നിലയിൽ അവളെ സ്വീകരിക്കാം. രണ്ടാമത് ഔ തസ്രീഹും ബിഇഹ്സാൻ, ഇനി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ നല്ല നിലയിൽ ഞാൻ അവളെ ഒഴിവാക്കാം. അതിന് മാന്യത കാണിക്കുന്നതാണ് ഈ ഒഴിവാക്കുന്നതിലും. എത്രത്തോളം എന്ന് വെച്ചാൽ തസ്രീഹ് ബിഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇവളെ ഒഴിവാക്കുമ്പോ ഭർത്താവിന്റെ വണ്ടിയിൽ ഇവളെ കയറ്റി ഭർത്താവ് കൊണ്ട് വീട്ടിൽ വിടണം. അതാണ് കറക്റ്റ്. അങ്ങനെയാണോ ഇപ്പൊ നടക്കുന്നത്? പള്ളിയിൽ വന്നിട്ട് കമ്മിറ്റി ഓഫീസിൽ അടിയും പഴക്കം ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ വണ്ടിയുടെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കാം ആദ്യം.
പിന്നെ അതിനകത്ത് അങ്ങനെ കയറ്റി ഇരുത്തിക്കൊണ്ട് പോകാൻ സമ്മതിക്കുമോ? യഥാർത്ഥത്തിൽ അങ്ങനെയാണ് തലാഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൊല്ലി അങ്ങനെ സമാധാനമായിട്ട് കൊണ്ടുവരാത്തിട്ട് വിടണം. അതാണ് അതിന്റെ രീതി. പക്ഷെ അങ്ങനെ എത്ര എടുത്തിട്ട് ചർച്ചകൾ അങ്ങോട്ടും ഇട്ട് ചർച്ച, നമ്മുടെ പെണ്ണുമ്പിള്ളെ അങ്ങോട്ട് കൊണ്ടോട്ട്, എന്നിട്ട് അവിടെ ഇവിടെ ഇരുത്തി പ്രസിഡന്റിനെ പുറത്തിരുത്തി സെക്രട്ടറിയെ പുറത്തി അന്യപുരുഷന്മാരെടുത്തി അവളെ ഇവിടെ ഇരുത്തി ചോദ്യം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദ്യമാണ്. രഹസ്യങ്ങൾ മൊത്തം അങ്ങോട്ട് പരസ്യപ്പെടുത്തി അങ്ങോട്ട് പറയാണ്. അവൾ എന്തൊക്കെയാ പറയുന്നത്, അവൻ എന്തൊക്കെയാ പറയുന്നത്. 20 വർഷം ദാമ്പത്യ ജീവിതം സന്തോഷമായിട്ട് കഴിച്ചുകൂടിയ ഈ കുടുംബമേ ഒരു സുപ്രഭാതത്തിൽ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു നന്ദിയില്ലേ? ഒരു നന്ദിയില്ല. 20 വർഷം നിങ്ങൾ ഒരുമിച്ച് ഇണകളായിട്ട് കഴിഞ്ഞവരല്ലേ. ഒരു ചെറിയ ഒരു പ്രശ്നം വന്നപ്പോ ഇങ്ങനെ ഇട്ട് പച്ചയ്ക്ക് പറയണോ, ഇങ്ങനെ അലക്കണോ? എന്ത് വേണ്ടെങ്കിൽ വേണ്ട, സന്തോഷമായിട്ട് പിരിച്ചു വിട്ടേരെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഐബുകൾ വെളിപ്പെടുത്താൻ പോണെന്തിന്? ഈ ഐബുകൾ വെളിപ്പെടുത്തുന്ന ഒരിക്കലും അത് വെളിപ്പെടുത്താൻ പാടില്ല. അങ്ങനെയൊന്നും ഐബുകൾ വെളിപ്പെടുത്താൻ പാടില്ല. ആരുടെയെങ്കിലും ഐബുകളെ ന്യൂനതകൾ വെളിപ്പെടുത്തിയാൽ അള്ളാഹു അവന്റെ ഐബ് വെളിപ്പെടുത്താതെ അവന്റെ റൂഹിനെ പിടിക്കുകയില്ല. അതായത് ശ്രദ്ധിച്ചോ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഒരു ഭർത്താവിന്റെ ഭാര്യയുടെ കടമ എന്താ? ഒരു ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കണം, പാചകം ചെയ്ത് കൊടുക്കണം. ആയിഷ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അലി റളിയല്ലാഹു അൻഹുമായിട്ട് വഴക്കുണ്ടായ സമയത്ത് അവരെ രണ്ടുപേരെയും യോജിപ്പിലും രമ്യതയിലും എത്തിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, മോളെ ഫാത്തിമ, അലിയേ, അൽ ഹയാഉ തതകാഫഉ വ തതആവനു. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പരം രണ്ടുപേരുടെ സഹകരണമാണ് മോളെ. പരസ്പരം രണ്ടുപേരും ഇതിലെ പങ്കാളിത്തം വഹിക്കണം, മിംഗ്ലിംഗ് ആകണം. അതാണ് കുടുംബജീവിതം. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വജഅല അലാ ഫാത്തിമത ഖിദ്മത്തുൽ ബൈത്ത്. മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവിന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കണേ, അവൾക്ക് അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ആഗ്രഹം നീ സഫലീകരിച്ചു കൊടുക്കണേ, പൂർത്തിയാക്കി കൊടുക്കണേ. അപ്പൊ കണ്ടോ, അപ്പൊ ആരാ ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടത്? ഭർത്താവിന്. ഭാര്യ അല്ലേ? പിന്നെ ഭാര്യ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കാൻ നിസ്കാരത്തിലും വിളിച്ചാൽ കിട്ടുമല്ലോ, ടിവിയിലും അവളിങ്ങനെ സീരിയലും കണ്ടുകൊണ്ടിരുന്ന പിന്നെ അങ്ങനെ റാഹത്താവുക. അദ്ദേഹത്തിന് ദേഷ്യം വരില്ലേ? ചിലപ്പോ വിശന്നിട്ടായിരിക്കും വരിക. അദ്ദേഹം വന്ന ഉടനെ തന്നെ കൈയും കാലും കഴുകുമ്പോ മേശപ്പുറത്ത് ഭക്ഷണം റെഡിയായിരിക്കണം. ഭയങ്കര സന്തോഷമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയെ ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ട് രണ്ടാമത് നോമ്പ് പിടിക്കുന്ന സമയത്താണ് എന്നെ അതിൽ നിന്ന് ബന്ധിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലേ. അത് ശരി തന്നെയാണ്, ഞാനൊരു വിറക് കച്ചവടക്കാരനാണ് നബിയേ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ മൈലുകൾക്കകലെ പോയിട്ടാണ് വിറക് ശേഖരിച്ചു കൊണ്ടുവരിക. ഒരു പക്ഷേ ഞാൻ എത്തുമ്പോ പാതിരാ സമയങ്ങൾ കഴിഞ്ഞിരിക്കും നബിയേ. ആ സമയത്ത് ശാരീരിക എന്റെ ഭാര്യയെ എനിക്ക് ബന്ധപ്പെടാനുള്ള സാഹചര്യമോ സന്ദർഭങ്ങളോ എനിക്ക് ലഭിക്കുകയില്ല. ഒരുപക്ഷെ എനിക്ക് പകലിന്റെ സമയത്താണ് അതിനുള്ള സൗകര്യം ലഭിക്കുക. അങ്ങനെ ഞാൻ എന്റെ പകൽ സമയത്ത് എന്റെ ശാരീരികമായി എന്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ ഒരുങ്ങുമ്പോ അവൾ പല സന്ദർഭങ്ങളിലും സുന്നത്ത് നോമ്പിലായിരിക്കും. ഞാൻ പലകുറി പറഞ്ഞു നോക്കി, അവളത് സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് നബിയെ ഞാൻ അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിച്ചത്. നബി തങ്ങൾ പറഞ്ഞു, മോളെ, സഫ്വാൻ പറയുന്നതാണ് യാഥാർത്ഥ്യം. ശരിയല്ലേ? ഗൾഫിൽ നിന്ന് 2 വർഷം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വരുക. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് തിങ്കളാഴ്ച രാവിലെ എയർപോർട്ടിൽ പറഞ്ഞ അവളും വന്ന് എല്ലാവരും വന്ന് തിങ്കളാഴ്ച രാവിലെ വന്ന് പിള്ളേരെ ചോക്ലേറ്റ് കൊടുത്ത് സ്കൂളിൽ വിട്ടിട്ട് ഇവളെ പ്രാപിക്കാൻ പോകുമ്പോൾ മഗ്രിബ് വരെ 3 വർഷം സബൂറാക്കിയത് പോലെ ഇനി മഗ്രിബ് വരെ സബൂറാക്കണോ? ഇത് കാണിക്കുന്ന ഏറ്റവും വലിയ ദുൽമാണ്, അക്രമമാണ്. സുന്നത്ത് നോമ്പ് ഫർളോമാണെങ്കിൽ ഫ്രീ ആക്കി തരാം. സുന്നത്ത് നോമ്പിന്റെ കാര്യം ഈ പറഞ്ഞത്. അപ്പൊ ബഹുമാനോടെ പറഞ്ഞു, ഞാൻ ചെയ്തതല്ല ശരി. മൂന്നാമത് സുബഹിസ്കരിക്കാതെ കിടന്നത്. ചില സന്ദർഭങ്ങളിൽ ഞാൻ വിറക് വെട്ടിയിട്ട് വരുമ്പോ ഉറങ്ങിപ്പോകലാണ്. എല്ലാ ദിവസവും ഇല്ല. അതും കൂടെ ഓർക്കണം. നമ്മുടെ കാക്കമാര് ഒരു അതീത് നോക്കിയിരിക്കുവായിരുന്നു. വളച്ചവനെ ഇഷ്ടാനുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. സുബഹിസ്കരിക്കാതെ ഉറങ്ങാൻ പറ്റില്ല. അതീത് ഇപ്പോഴാ കിട്ടിയത്. നല്ല ഉറങ്ങാനല്ലോ അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വിറക് വെട്ടിട്ട് വരുമ്പോ ഒരു പക്ഷേ സുബഹിയോടടുത്ത സമയത്തായി പോകും. അങ്ങനെ ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നതാണ്. അതല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സുബഹിയും ഖളാക്കാറില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അങ്ങനെ ഉറങ്ങിപ്പോയാൽ ഉണർന്ന ഉടനെ നീ സുബഹി നമസ്കരിക്കണേ.
3 കാര്യവും ആ ഭർത്താവിന് അനുകൂലമായിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ചു. രണ്ടുപേരെയും സന്തോഷിപ്പിച്ച് തന്നെ പറഞ്ഞു വിട്ടു. അപ്പൊ ഒരു വീട്ടിലത്തെ ഖിദ്മത്ത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത പെണ്ണിന്റെ ബാധ്യത. വജഅല അലാ അലിയൻ അൽ ഖിദ്മത അൽ കസ്ബ വൽ അമല, പുറത്തുപോയി സമ്പാദിച്ചു കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബാധ്യത ഈ ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്. നമ്മളാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. നമ്മുടെ മേൽ കുറച്ച് ഹക്കുണ്ട്, അവരുടെ മേലും കുറച്ച് ഹക്കുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഹജ്ജത്തുൽ വദാഇൽ ഹബീബായ തങ്ങൾ ഉഗ്ര പ്രഭാഷണം നടത്തിയ കൂട്ടത്തില് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, പുരുഷന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട് കടമകളുണ്ട്. സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കടമകളുണ്ട്. സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള കടമകൾ എന്താ? നിങ്ങളുടെ കട്ടില്, നിങ്ങളുടെ ബെഡ്റൂം, അവളത് സൂക്ഷിക്കട്ടെ, അവള് സൂക്ഷിക്കട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരാളെയും ബെഡ്റൂമിൽ പ്രവേശിപ്പിക്കരുത്. അദ്ദേഹത്തിന് വെറുപ്പുള്ള ഒരാളെയും പെങ്ങളെ നിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തരുത്. ഇത് അല്ലാഹുവിന്റെ റസൂല് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നമ്മുടെ സഹോദരിമാർക്ക് നൽകിയ ഉപദേശമാണ്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു അന്യ പുരുഷനെ തന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കൽ ഒരു ഭാര്യയ്ക്കും അനുവദനീയമില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വർഗ സ്ത്രീകൾ ആരെന്നറിയുവോ സഹാബ? സ്വർഗ സ്ത്രീകൾ ആരെന്നറിയുവോ സഹാബ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ജിജ്ഞാസയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആവേശത്തോടെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കേട്ടിരിക്കുകയാണ്. ഒന്ന് പറയൂ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇംറഅത്തുൻ അഫീഫത്തുൻ തായിഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ. സാംസ്കാരിക ബോധമുള്ള പെണ്ണെ, നീ സ്വർഗത്തിലാണ്. നിന്റെ ഭർത്താവിനെ അനുസരിക്കുന്നവളായി മാറണം, അതേപോലെ അള്ളാഹുവിനെയും വഴിപ്പെടുന്നവളായി മാറണം. അങ്ങനെ മാറിയാൽ നിനക്ക് സ്വർഗമല്ലാതെ മറ്റു പ്രതിഫലമില്ല.